പ്രൈസ് അലോർഡ്. ക്രിസ്തുയേശു നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ തിരുവചന സന്ദേശങ്ങൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് തിരുവചനത്തിൽ മരണം കാണാതെ എടുക്കപ്പെട്ട 3 വ്യക്തികളെ കുറിച്ചാണ്. അതായത് 2 വ്യക്തികൾ എടുക്കപ്പെട്ടു, പക്ഷെ ഒരു വ്യക്തി മരിക്കാത്ത 3 വ്യക്തികളെ കുറിച്ചാണ് നമ്മൾ തിരുവചനത്തിൽ പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ആൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഹാനോക്കാണ്. നമ്മൾ ഹാനോക്കിനെ കുറിച്ച് പഠിക്കാം. ആദാമിന്റെ സന്തതിയാണ് ഹാനോക്ക്. നമുക്ക് കാണുവാൻ കഴിയും. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തോട് കൂടെ നടന്നത് കൊണ്ട് ദൈവം അവനെ എടുത്തുകൊണ്ട് പോയി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഹാനോക്കിന്റെ എബ്രായ പേര് ഹാനോക്ക് എന്നാണ്. അതിന്റെ അർത്ഥം പരിശീലിപ്പിക്കുക, ആരംഭിക്കുക, സമർപ്പിക്കുക എന്നൊക്കെയാണ്. ഹാനോക്കിന്റെ പേര്, ഹാനോക്കിന്റെ ജീവിതത്തെ കുറിച്ച് പഴയ നിയമത്തിൽ ഉൽപ്പത്തി 5:21-24 വാക്യങ്ങളും 1 ദിനവൃത്താന്തം 1:3 ആദാമിന്റെ വംശാവലിയിൽ ഹാനോക്കിന്റെ പേര് പറഞ്ഞാൽ അവന്റെ ജീവിതത്തെ കുറിച്ച് വിശദീകരണമില്ല. ഈ 2 ഭാഗങ്ങളല്ലാതെ പഴയ നിയമത്തിൽ ഹാനോക്കിനെ കുറിച്ച് പറയുന്നില്ല. എന്നാൽ ഹാനോക്കിന്റെ ഹാനോക്കിന് 5:20 ഉൽപ്പത്തി 5:24 വാക്യം ഇങ്ങനെ: ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, അവനെ ദൈവം എടുത്തുകൊണ്ട് പോയതിനാൽ കാണാതെയായി. നടന്നു എന്ന വാക്ക് ഹലാക്ക് എന്നാണ് പറയുന്നത്. നടക്കുക, ഒരുമിച്ച് നടക്കുക എന്നൊക്കെ പറയുന്നത് തുടർച്ചയായി എന്ന് പറഞ്ഞാൽ വിട്ടുപിരിയാ നടക്കുക എന്നൊക്കെ പറയും. അതായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ദൈവത്തോടുകൂടെ സഞ്ചരിക്കുന്ന വിശാലമായ അർത്ഥമാണ് എന്ത് ചെയ്യുക അതിനോടുകൂടി. ഇത്രയും യാത്രയും ദൈവത്തോടു കൂടെ ആണെങ്കിൽ അത് ദൈവത്തോടുകൂടെ നടത്തമാണ്. അതായത് ദൈവം എവിടെയെല്ലാം പോകുന്നുവോ, അല്ലെങ്കിൽ ഹാനോക്ക് എവിടെയെല്ലാം പോയോ അവിടെയെല്ലാം ദൈവം ഹാനോക്കിനൂടെ പോയി. ദൈവത്തിന് പോകാൻ കഴിയാത്തയിടത്തും ഹാനോക്ക് പോകത്തില്ലായിരുന്നു. അതായത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തയിടത്തൊന്നും എന്ത് ചെയ്യുക ഹാനോക്ക് പോകത്തില്ല. അതിനാ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതൊരു സമ്പൂർണമായ ദൈവത്തോട് കൂടെ ജീവിതമായിരുന്നു. അവൻ എവിടെയൊക്കെ ദൈവത്തോടു കൂടെ നടന്നു, മുമ്പോട്ടും പുറകോട്ടും ദൈവം എവിടെയെല്ലാം നടന്നു അവിടെയെല്ലാം ദൈവത്തോടു കൂടെ നടന്നു. ദൈവമായ കൈകോർത്ത് ഒരു മനസ്സോടെ, ഒരു ഇഷ്ടത്തോടെ, ഒരു ആഗ്രഹത്തോടെ എപ്പോഴും ദൈവത്തോട് സംസാരിച്ച് തന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും ചിന്തകളും ആകുലതകളൊക്കെ എന്ത് ചെയ്യുക ഹാനോക്ക് ദൈവത്തോടു കൂടെ പങ്കുവെച്ചു. അതായത് പൂർണ്ണമായും ദൈവത്തിൽ സമർപ്പിക്കപ്പെടുകയും ചെയ്യും. ഹാനോക്കിനെ 365 വർഷം ദൈവത്തോട് കൂടെ നടന്നു എന്ന് ദൈവവേദ പുസ്തകത്തിൽ കാണുവാൻ കഴിയും. എന്നാൽ ദൈവം അവനെ എടുത്തുകൊണ്ട് പോയാൽ കാണാതെയായി. പഴയ നിയമത്തിൽ വീണ്ടും ഹാനോക്കിനെ കുറിച്ച് പറയുന്നില്ലെങ്കിലും പുതിയ നിയമത്തിൽ വരുമ്പോ ലൂക്കോസ് ലക്ഷ്യം 3:37, എബ്രായ ലേഖനം 11:15, യൂദാന്റെ ലേഖനം 1:14 എന്ത് ചെയ്യാ ഹാനോക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് കാണാം. അതുപോലെ തന്നെ എബ്രായ ലേഖനം 11:5 വിശ്വാസത്താൽ മരണം കാണാതെ ഹാനോക്ക് എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ട് പോയതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ എന്ത് ചെയ്യാ സാക്ഷ്യം പ്രാപിച്ചു. അതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെളിപ്പാട് പുസ്തകം 11:3 2 സാക്ഷികളെ കുറിച്ച് യോഹന്നാൻ പ്രവചിക്കുന്നുണ്ട്. ഭൂമിയിൽ 1260 വർഷം ഭൂമിയിൽ ദിവസം പ്രവചിക്കുമെന്നും അവർ കർത്താവിന്റെ സന്നിധിയിൽ 2 ഒലിവർഷവും 2 വിരലുകളും കാണുമെന്നും യോഹന്നാൻ പറയുന്നു. ഈ 2 പേര് ഹാനോക്കും ഏലിയാവുമാണെന്ന് ചില അന്ത്യകാല പ്രവചന വ്യക്താക്കൾ എന്ത് ചെയ്യാ പറയുന്നുണ്ട്. ഹാനോക്ക് ജീവിച്ചിരുന്ന കാലഘട്ടം വിശുദ്ധന്മാരുടെ കാലഘട്ടമായിരുന്നില്ല, മനുഷ്യ പാപത്തിൽ വർദ്ധിച്ചുകൊണ്ടിരുന്ന കാലമായിരുന്നു. ഈ സാഹചര്യത്തിലും ഹാനോക്ക് ദൈവത്തോടു കൂടി നടക്കുവാൻ തക്കവണ്ണം അവൻ ദൈവത്തെ വിശ്വസിച്ചു. ഹാനോക്ക് ജീവിച്ചിരുന്ന കാലത്തെ കുറിച്ച് വ്യക്തമായ വിശദീകരണം പഴയ നിയമത്തിലില്ല. എന്നാൽ നോഹയുടെ കാലഘട്ടമാണെന്ന്, നോഹയ്ക്ക് മുമ്പുള്ള കാലഘട്ടമാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി മനുഷ്യന്റെ ദുഷ്ടത ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരം എന്ന് എപ്പോഴും ദോഷമുള്ള സമയത്താണ് എന്ത് ചെയ്യുക യൂദാന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. നോക്കുക, ഈ ഹാനോക്കിനെ കുറിച്ച് പറയുന്നത് യൂദായുടെ 1:14 പറഞ്ഞ ആദാം മുതൽ 7-ാമനായ ഹാനോക്ക് ഇവരെ കുറിച്ച്. അപ്പൊ ആദാം മുതൽ 7-ാമനായപ്പം ഹാനോക്ക് എന്ന് പറഞ്ഞാൽ 7-ാമനാണ്. 8-ാമനായിരിക്കാം ഒരു പക്ഷെ നോഹ, അപ്പൊ 7-ാമനാണ് ഹാനോക്ക്. അപ്പം ഇവിടെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്ന കാര്യം, ചില ആൾക്കാർ പറയാറുണ്ട് എന്നോട്, എന്റെ ഭവനത്തിൽ അങ്ങനെയാണ്, ഇങ്ങനെയുള്ള വിഷയങ്ങളാണ്, കൊണ്ട് ദൈവമായിട്ട് എനിക്ക് വളരെ. പക്ഷെ എന്നാൽ പ്രിയപ്പെട്ടവരെ, ഹാനോക്കിന്റെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഹാനോക്ക് ജീവിച്ചിരുന്ന കാലം പാപ പങ്കിലമായി അവൻ ദൈവത്തെ അനുസരിക്കാതെ മ്ലേച്ഛമായി ജീവിച്ചിരുന്ന സമയത്തും ഹാനോക്കിന് ദൈവത്തോടുകൂടെ നടക്കാൻ കഴിഞ്ഞെങ്കിൽ നിശ്ചയമായും നമുക്ക് ഓരോരുത്തർക്കും
നമ്മുടെ കുടുംബത്തിൽ എങ്ങനെയാണ് നീയും ദൈവമായ ബന്ധം ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കുന്നെങ്കിൽ ഹാനോക്കിനെ പോലെ ഹല്ലേലൂയ അമ്മ മരിക്കുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിക്കാൻ സഹായിക്കും. ഇനി നമുക്ക് അടുത്ത വ്യക്തിയെ കുറിച്ച് നമുക്ക് പഠിക്കാം. അത് ഏലിയാവാണ്. ഏലിയാവ് എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം യഹോവ എന്റെ ദൈവം എന്നാണ്. ഉത്തരരാജ്യം ഇസ്രായേൽ ഒന്നാമത്തെ വലിയ പ്രവാചകനാണ് ഏലിയാവ്. ചുഴലിക്കാറ്റ് പോലെ പ്രത്യക്ഷപ്പെടുകയും ചുഴലിക്കാറ്റിൽ അപ്രത്യക്ഷമാകുകയും ചെയ്ത പ്രവാചകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആത്മാവ് പ്രവാചകനെ പോലെ അവതരിപ്പിക്കുകയും ആത്മാവ് അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തിരുന്നു നമുക്ക് കാണുവാൻ കഴിയും. ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനെ ഏലിയാവ് എന്നാണ് ഒന്ന് രാജാക്കന്മാർ പുസ്തകം 17-ാം അധ്യായത്തിൽ 1 നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആഹാബിന്റെ മുമ്പിൽ പോയി ഞാൻ സേവിച്ചത് യഹോവയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ ഒരു ഭയമില്ലാത്ത, പേടിയില്ലാത്ത, ധൈര്യശാലിയായ ഒരു വ്യക്തിയായിരുന്നു ഏലിയാവ് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഈ ഇസ്രായേലിന്റെ ദേശത്ത് വിഗ്രഹാരാധന കടന്നു വന്നത് സീദോൻ രാജ ഏബേലിന്റെ മകൾ ഏഗുബാലിന്റെ മകൾ ഇസബേലിനെ ആഹാബ് രാജ വിവാഹം കഴിച്ച ശേഷമാണ് ഇസ്രായേലിന്റെ സ്ഥിതിഗതികൾക്ക് അവിടെ ആരാധനയ്ക്കൊക്കെ വ്യത്യാസം വന്നിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിനുശേഷം നമുക്കറിയാം 3 വർഷവും 6 മാസവും മഴ പെയ്യാതിരുന്നു എന്ന് യാക്കോബിന്റെ ലേഖനം 5:11 നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കാണുവാൻ കഴിയുന്നുണ്ട് പിന്നെ കുറെ, അതായത് ഏലിയാവിനെ ഈ പ്രവചന ദൂത് പറഞ്ഞ ശേഷം ഏലിയാവിനെ കിരീത്തിലേക്ക് ദൈവം അയച്ചു. അവിടെ വെച്ച് കാക്ക തനിക്ക് ആഹാരം കൊണ്ടുതന്നു കിരീത്തിലെ വെള്ളം കുടിച്ച് കാണുവാൻ കഴിയും. അതിനുശേഷം മഴ പെയ്യാതിരുന്നപ്പോൾ തോട്ടിലെ വെള്ളം പറ്റി ഏലിയാവിന് കാക്കയുടെ വരവ് നിന്നു നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷം സീദോനിൽ ഒരു വിധവ ഉണ്ടായിരുന്നു. അവിടേക്ക് പോയി അവളുടെ മരിക്കാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അവളോട് പറഞ്ഞു, നീ എനിക്ക് ആഹാരം ഉണ്ടാക്കി തായി എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ ചെയ്തു. പിന്നെ ശേഷം അവിടെയും അവന് ഒരത്ഭുതം ചെയ്ത ശേഷം മടങ്ങി ദൈവത്തിന്റെ കൽപ്പന നിയോഗത്തിന് വേണ്ടി ഏലിയാവ് കാണുവാൻ കഴിയുന്നു. അതിനുശേഷം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഏലിയാവ് ചൂരച്ചിന്റെ നടുവിൽ പോയി കിടന്ന ഉറങ്ങിയിട്ട് മരിക്കണമെന്ന് ആഗ്രഹിച്ച് പോയി ഏലിയാവിനെ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷെ ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങി ഏലിയാവിന്റെ ക്ഷീണവും എല്ലാം മാറ്റി എന്ത് ചെയ്യാം, ദൂരയാത്രയ്ക്ക് വേണ്ടി ഒരുക്കി നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഏലിയാവിന് മരണമില്ലായിരുന്നു. പക്ഷെ ഏലിയാവ് ആഗ്രഹിച്ചു എന്ത് ചെയ്യാ, എനിക്ക് മരിക്കണമെന്ന്. നമുക്ക് ഏലിയാവിനെ പോലെ ശക്തനായ ഒരു മനുഷ്യൻ, അതിന് നമുക്കറിയാം. അതിനുശേഷം നമുക്ക് അവിടുന്ന് വന്ന ശേഷം ഏലിയാവ് യേഹൂവിനെ അഭിഷേകം ചെയ്തു, ഏലീശയെ അഭിഷേകം ചെയ്തു. രണ്ടുപേരെ കൂടെ അഭിഷേകം ചെയ്ത ശേഷം യഹോവ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുക്കുവാൻ ഭാവിക്കുകയായിരുന്നു. ഈ സന്ദർഭത്തിൽ ഏലിയാവ് ഏലീശയെ പരിശോധിച്ചു. അതിനുശേഷം ഏലീശയോട് പറഞ്ഞു, നീ എന്തെയാ, ഞാൻ നിന്നെ വിടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് യോർദാന്റെ പിന്നെ ആ നദിയിലേക്ക് എന്ത് ചെയ്യാം അടിച്ചു, യോർദാൻ ഉണ്ടായി പിളർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷം ഏലിയാവിനോട് ഏലീശയോട് പറയുന്നുണ്ട്, ഞാൻ എടുക്കപ്പെടുമ്പോ നീ എന്നെ കണ്ടാൽ എന്തിയാ, എന്റെ പുതപ്പ് അഭിഷേകം നിന്റെ മേൽ വരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശേഷം ഏലിയാവിന് എന്ത് ചെയ്തു, അവൻ നടന്നുകൊണ്ട് പോകുമ്പോൾ രഥങ്ങളും പ്രത്യക്ഷപ്പെട്ട് അവരെ വേർതിരിച്ചു. ചുഴലിക്കാറ്റിൽ ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ആ സമയത്ത് അല്ലെങ്കിൽ വലിയ വേദനയോടെ ഏലീശ നിലവിളിച്ചും എന്റെ പിതാവ് ഇസ്രായേലിനെ തീരും തേരാളികളും എന്ന് നിലവിളിച്ചു എന്ന് കാണുവാൻ കഴിയും. ഉത്തമമായ സ്വഭാവത്തിന് ഉടമയായിരുന്നു ഏലിയാവ്. തന്റെ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം ദൈവത്തിന് വേണ്ടി എരിയുക എന്നുള്ളതാണ്. ഏലിയാവിന് വിശ്വാസത്തെ ഉലയ്ക്കുന്ന യാതൊരു പ്രലോഭ ശക്തികൾക്കും കഴിഞ്ഞില്ല. രാജകീയ അധികാരവും ക്ഷാമവും വരൾച്ചയും പ്രവാചകന്റെ ധൈര്യത്തെ ക്ഷയിപ്പിച്ചില്ല. പാപത്തിന് നേർക്ക് ഒടുങ്ങാത്ത രോഷമുണ്ടായിരുന്നു ഏലിയാവിന്. ഒന്നിലധികം പ്രാവശ്യം പ്രവാചകന്റെ പ്രാർത്ഥനയിൽ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി. മൃദുല സ്വഭാവമുള്ള ആളായിരുന്നു ഏലിയാവ്. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്ക് കാണുന്ന ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് തിരുവചനം കാണുവാൻ കഴിയും. അതിനുശേഷം നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യം, യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തു മലയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ രൂപാന്തരപ്പെട്ട ശേഷം അവിടെ മറുരൂപ മലയിൽ വെച്ച് മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെട്ട് യേശുവിന്റെ നിര്യാണത്തെ കുറിച്ച് സംസാരിച്ചുവെന്ന് കാണുവാൻ കഴിയുന്നു. മരണം കാണാതെ എടുക്കപ്പെട്ട ഏലിയാവ് പാപി തലമുറ പ്രത്യാശയും
ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഏലിയാവിനെ കുറിച്ച് നമുക്ക് എത്ര പ്രതികൂലങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവത്തിന് വേണ്ടി ഒരു മനുഷ്യൻ നിൽക്കുവാൻ കഴിയുമെങ്കിൽ ദൈവം അവന്റെ കൂടെ ഉണ്ടാകും എന്നതിനാണ് ഏലിയാവിന് തെളിവ്. ഇനി മറ്റൊരു വ്യക്തി നമുക്ക് ബൈബിളിലുണ്ട്. നമുക്ക് ആ ബൈബിളിനെ കുറിച്ച് ആ വ്യക്തിയെ കുറിച്ച് എനിക്ക് മൽക്കീസദേക്ക് എന്നാണ്. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം ഇന്നേക്ക് മഹാപുരോഹിതൻ എന്നാണ് തിരുവചനത്തിൽ പറയുന്നത്. മരിക്കാത്ത വ്യക്തിയാണ് മൽക്കീസദേക്ക്. മൽക്കീസദേക്കിനെ കുറിച്ച് പറയുന്നത് അവന് പിതാവില്ല, മാതാവില്ല, വംശാവലി ഇല്ല, ആരംഭമില്ല എന്നാ പറയുന്നത്. അബ്രഹാം യുദ്ധത്തിന് ജയിച്ച ശേഷം ഈ മൽക്കീസദേക്കിനെ കൊണ്ടുപോയി ദശാംശം കൊടുത്ത് നമ്മൾ കാണുവാൻ കഴിയുന്നുണ്ട്. പിന്നെ മൽക്കീസദേക്കിന്റെ യെരൂശലേമിന്റെ രാജാവും സമാധാന രാജാവായിരുന്നു. ഈ മനുഷ്യൻ നിത്യജീവന്റെ ഉറവിടമായ ദൈവത്തിന്റെ പുത്രനെ പ്രതികരിക്കുന്ന രഹസ്യമാണ്. മൽക്കീസദേക്ക് ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ ഉത്ഭവമോ തുടക്കമോ അവസാനമില്ല, പക്ഷെ നിത്യ പൗരോഹത്തിന്റെ പ്രതീകമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് അതിനെ കുറിച്ച് കാണാൻ കഴിയും. അവന് പിതാവില്ല, മാതാവില്ല, വംശാവില്ല, ജീവിത ആരംഭവും ജീവിത അവസാനമില്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്ന എബ്രായ ലേഖനം 7:3 പറയുന്നു. ദൈവപുത്രന്റെ മൽക്കീസദേക്കും തുല്യരാണെന്നും തൃത്വത്തിലെ അംഗങ്ങൾ പുത്രനും മൽക്കീസദേക്കും തുല്യനാണെന്നും പറയുന്നുണ്ട്. പക്ഷെ എന്നാല് നമ്മൾ മൽക്കീസദേക്ക് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശാലേം രാജ്യത്തെ രാജാവായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 14:11 നമുക്ക് കാണുവാണെങ്കിൽ ശാലേം എന്ന വാക്കിന്റെ അർത്ഥം സമാധാനം എന്ന. യെരൂശലേമിന്റെ പുരാതന നാമമാണ്. മൽക്കീസദേക്കിനെ നീതിയുടെ രാജാവ് എന്നാണ് അർത്ഥം. ശാലേം രാജാവായ അഥവാ സമാധാന രാജാവ് എന്ന് പേര് പറയുന്നു. മൽക്കീസദേക്കിന്റെ പൗരോഹിത്യ പദവിക്ക് സദൃശ്യമായിട്ടാണ് ക്രിസ്തുവിന്റെ പൗരോഹിത്യ പദവിയെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. മൽക്കീസദേക്കിനെ കുറിച്ച് പറയുന്നത് അവന് പിതാവും മാതാവും എന്തിയ തുടക്കമില്ല, ഒന്നുമില്ല. അങ്ങനെ ഭൂമിയിലുള്ള ഒരു മനുഷ്യനാണ്. അത്ഭുത മനുഷ്യൻ എന്ത് വേണം നമുക്ക് പറയുവാൻ കഴിയും. മൽക്കീസദേക്കിനെ കുറിച്ച് പറയുന്നത് ചില വ്യക്തികൾ മൽക്കീസദേക്കിനെ കുറിച്ച് പിതാവായ ദൈവമാണ് പറയുന്നത്. കാരണം പിതാവായ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യവും അന്തവും ഇല്ല എന്ന് നമുക്ക് അവൻ ആദ്യനും അന്ത്യനുമാണ് അല്ലെ. ആദ്യത്തിന് ഒടുക്കാത്തനാണ്. അവന് എന്നേക്ക് നിലനിൽക്കുന്നു, എന്നാൽ ഒരിക്കലും മരിക്കാത്ത വ്യക്തിയാണെന്ന് പിതാവായ ദൈവത്തെ കുറിച്ച് പറഞ്ഞു. ആ ഒരു പിതാവായ ദൈവം തന്നെ ആയിരിക്കും ഒരു പക്ഷേ എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അമ്മയെ നമുക്ക് ദൈവപുത്ര തുല്യനായി പറഞ്ഞിരിക്കുന്നു എന്നും പറയുന്നുണ്ട്. എന്തായാലും ഹല്ലേലൂയ, ഇത് യേശുക്രിസ്തു ആണ് ചില വ്യക്തികൾ പറയാറുണ്ട്, ചിലർ പറയാറുണ്ട് ഇത് പിതാവായ ദൈവമാണെന്ന് പറയാറുണ്ട്. എങ്കിലും മൽക്കീസദേക്ക് എന്ന് പറയുന്ന വ്യക്തി മരിച്ചിട്ടില്ല. മൽക്കീസദേക്ക് ദൈവപുത്രനോട് തുല്യനാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ വംശാവലിയിൽ പേരില്ലാത്ത പുരോഹിതന്മാരെന്ന നിലയിൽ മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ദൈവത്തിന്റെ വചനത്തിൽ 2 പേർക്കും മരണമില്ല. ദൈവത്തിന്റെ ചില വ്യക്തികൾ പറയുന്നത് രാജാവാന്ന് പറയുന്നുണ്ട് മൽക്കീസദേക്ക്. എന്നാൽ ഹല്ലേലൂയ ഈ വായിക്കുകയാണെങ്കിൽ അബ്രഹാം മൽക്കീസദേക്ക് എന്ന് പറയുന്ന രാജാവിന് ഓഹരി കൊടുത്ത് നമുക്ക് കാണാൻ കഴിയും. മനുഷ്യന് കാണുന്ന വ്യക്തിയാണ് രാജാവായിരിക്കാം ഒരു പക്ഷെ. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് മൽക്കീസദേക്ക് ആരാണെന്നുള്ള കാര്യം അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഇന്നത്തെ തിരുവചന സന്ദേശം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായെങ്കിൽ നിങ്ങളത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ചോദ്യങ്ങളും അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാനുള്ള നിങ്ങളുടെ എന്താ പറയുക നിങ്ങൾ ഡൗട്ടുകളും സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനാണ്. കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ. നമുക്ക് അടുത്ത ദൈവവചന പഠനമായി കടന്നു വരാം. അതുവരേക്കും കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ സകലരെയും അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ. സ്തോത്രം.